നമസ്കാരം. എൻ്റെ പേരെന്താ? ഫൈസൽ. ഒരു മിനിറ്റ്, ഞാനിതൊന്നും ഇവിടെ വെക്കുന്നുണ്ട് മൈക്ക്. അപ്പോൾ ഫൈസൽ ബ്രോ, ഞാൻ കേട്ട് ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ, അതായത് ഇരുചക്ര വാഹനങ്ങളുടെ സർവീസൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. GK മോട്ടോഴ്സ്, ഇത് നിങ്ങൾ ശരിക്കും വണ്ടി വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു? വിൽപ്പന ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വർക്ക്ഷോപ്പിലാണ്. കാരണം ഇപ്പം പിന്നെ പുറത്ത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത ആളുകൾക്കൊന്നും സർവീസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. സർവീസ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, കമ്പനികളൊക്കെ പൂട്ടിപ്പോയെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയും ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ആ കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ. നിങ്ങൾ എവിടെയാണ് തുടങ്ങിയതിൻ്റെ? പുറകെ തന്നെയാണ് നമ്മളെ സർവീസ് സ്റ്റേഷൻ. ഇവിടെ തന്നെയാണ്. ഇപ്പം സെയിൽസ് വണ്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? വണ്ടികൾ ഇല്ലാത്തത് ഇത് ഇവിടെ പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ആ കാര്യം തന്നെ ഉണ്ട്, ഒരുപാട് ഇഷ്യൂസുകളുണ്ട്. ഇത് എവിടെയാണ് കറക്റ്റ് നിങ്ങളെ ലൊക്കേഷൻ? വേങ്ങേരി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ അടുത്താണ്. അതായത് ഹംപ് ബസ് സ്റ്റോപ്പാണ് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ തുടങ്ങിയിട്ട് എത്രയായി? ഇപ്പോൾ ഇവിടെ പ്രശ്നം 4 വർഷമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അല്ല, ഇലക്ട്രിക് വണ്ടീൻ്റെ സർവീസ് തുടങ്ങിയിട്ട് സർവീസ് ആദ്യം ഉണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാ വണ്ടികളും എടുക്കില്ല. ആദ്യം ഞങ്ങൾ ഞങ്ങൾ കൊമാക്കിയുടെയും ബെല്ലിങ്ങിൻ്റെയും സബ് ഡീലറാണ്. അപ്പോൾ ആ വണ്ടികൾ മാത്രമായിരുന്നു മുന്നേ ചെയ്തത്. അങ്ങോട്ടേക്ക് പോവാം. മുന്നേ ചെയ്തിരുന്ന ആ വണ്ടികൾ മാത്രമായിരുന്നു. ഇപ്പോൾ എല്ലാ വണ്ടികളും ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയതാണ്. കാരണം ഇത് തന്നെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വണ്ടി എടുത്തിട്ട് സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ടല്ലോ, ഇതെല്ലാം സർവീസിന് വന്നതായിരിക്കും? എല്ലാം സർവീസിന് വന്ന ഒരുവിധം കമ്പനികളൊക്കെ ഇപ്പം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിലിപ്പം എയ്തറും ഓലയാണ്. ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങൾ മാത്രം എടുക്കില്ല. ബാക്കി ഈ ബ്രേക്ക് പാഡ്, ബ്രേക്ക് കേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എയ്തറും ഓല എടുക്കും. ബാക്കി എല്ലാ കമ്പനികളും എല്ലാ പണിയും എടുക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ വേറൊരു ഇതും കൂടി തുടങ്ങി. ഇപ്പോൾ അണ്ടർ വാറണ്ടി കഴിഞ്ഞ ബാറ്ററികളുണ്ട്, അവരതും നമ്മൾ ബാറ്ററി സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ചാർജർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മോട്ടോർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഞാൻ 2 ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കോഴിക്കോട് സിറ്റിയിൽ പല ഷോറൂമുകളിൽ പോയി നോക്കിയപ്പം ഒരുവിധം എല്ലാ ഷോറൂമും പൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ സെയിൽസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി, കാരണം ശമ്പളം കൊടുക്കേണ്ട എല്ലാവർക്കും അല്ലേ? ആ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കണം. വണ്ടി വിൽപ്പന നടക്കുന്നില്ല. കാരണം ഇന്ത്യൻ ബ്രാൻഡ്സ് വണ്ടികളൊക്കെ വന്നതിന് ശേഷം, അതായത് ഇപ്പം ബജാജ് ചേതക്ക്, TVS iQube അല്ലേ, ഹീറോ, ഓല, എത്രയൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് അത് മതി. ഈ ചൈനീസ് അസംബിൾഡ് സാധനങ്ങളൊന്നും ആൾക്കാർ മേടിക്കുന്നില്ല. അത് ഒന്നാമത് എന്താ വെച്ചാൽ എല്ലാവരും വറീഡാണ്. ഇത് എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ട മാതിരി സർവീസ് കിട്ടുന്നില്ല എന്നുള്ളൊരിതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, എപ്പോഴും ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഒരു 3 മാസത്തിലൊരിക്കലും ഒരു ജനറൽ സർവീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ലൂസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫയർ ആവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 മാസത്തിലൊരിക്കലും ഏതൊരാളും വണ്ടി സർവീസ് ചെയ്യുന്നതാണ് നന്നാവുക. അത് അവർക്ക് കസ്റ്റമർക്ക് നല്ലതാണ്. എന്ത് ടൈപ്പ് സർവീസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനറൽ സർവീസ് ആണ്. ഞങ്ങൾ കേബിൾസ് കംപ്ലീറ്റ് നോക്കും. അതിൽ ഈ കൺട്രോളറിലേക്കുള്ള കണക്ഷൻസ്, കേബിൾസ്, പിന്നെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫ്ലക്സ് പോയതുണ്ടാവും, അത് ജോയിന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷോർട്ട് ആവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിടുക. അതാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സർവീസ് ചെയ്യാൻ ഏകദേശം എത്ര രൂപയാണ്? അത് ജനറൽ സർവീസ് മാത്രമാണ് 450 രൂപയാണ്. അപ്പോൾ ഈ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ സർവീസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ക്ലീനായി. അപ്പം ജനറൽ സർവീസിന് 450 രൂപയും 150 രൂപ വാട്ടർ സർവീസും കൂടി, അങ്ങനെ 600 രൂപയാണ് ജനറൽ സർവീസ് ആൻഡ് വാട്ടർ സർവീസിന് ഞങ്ങൾ ഈടാക്കുന്നത്. ഓക്കെ. അത് മിതമായൊരു ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ എത്ര വണ്ടി വന്നാലും ഇവിടെ സൗകര്യങ്ങളുണ്ട്. കാരണം ഇനിയും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവരെ ഇതിന്റെ പണി ഫുള്ള് കഴിഞ്ഞില്ല, ഇപ്പം ചെയ്തുകൊണ്ട് റണ്ണിങ്ങിലാണ്. എന്തായാലും നിങ്ങൾ കറക്റ്റ് സമയത്താണ് തുടങ്ങി. അതെ. ഇതൊരു 1.5 ആഴ്ചയോട് കൂടിയിട്ട് ഫുള്ള് ക്ലീൻ ആവും. കംപ്ലീറ്റ് പണികളൊക്കെ കഴിയും. റൂഫ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ബാറ്ററീൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാറ്ററീൻ്റെ എന്താ വെച്ചാൽ ഇപ്പോൾ അണ്ടർ വാറണ്ടി കഴിഞ്ഞ ബാറ്ററികൾ ഉണ്ടാവും, ഡെഡായത്. ആ ഡെഡായ സെല്ലുകൾ മാറ്റിയിട്ട് സർവീസ് ചെയ്തിട്ട് പുതിയ പോലെ തന്നെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അത് ചാർജർ ആയാലും ശരി, മോട്ടർ ആയാലും ശരി, എല്ലാം സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതേപോലെ ഫൈസൽ ബ്രോ, എനിക്ക് ഈ ബെല്ലിംഗോറേൻ്റെ ബാറ്ററിയുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരണം. അതായത് ഇതിൻ്റെ ബാറ്ററീൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 72 watts 42 Ah ആണ്. അതായത് 3.1 കിലോവാട്ട് വരും. 3.1 kWh അല്ലേ? അപ്പം ഈ ഒരു ബാറ്ററി പുതിയത് നമുക്ക് മൊത്തമായിട്ട് മാറ്റണമെങ്കിൽ ഏകദേശം എത്ര രൂപയാവും? ഏകദേശം 60,000 വരും. ഏകദേശം 60,000 വരും അല്ലേ?
60,000 രൂപ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെൽസ് മാത്രം മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഏകദേശം സെൽസ് ഓരോ സെൽസിനൊക്കെ, അതായത് ഇതിലിപ്പോ ഒരു 300ഓളം സെൽസ് ആണ് ഒരു ബാറ്ററിയിൽ ഉണ്ടാവുക. അതായത് 3.1 kWh ഈ ബെല്ലിങ്ങോറേന്റെ ബാറ്ററി പാക്കിൽ 300ഓളം ഉണ്ടാവും. 380-300ന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സെല്ലിന് 180 and 200 rupees ആണ് ഒരു സെല്ലിന് വരുന്നത്. ഏകദേശം 200 രൂപയുടെ അടുത്ത് ഏകദേശം. അതായത് അത് നമ്മളിപ്പം ഒരു കംപ്ലൈന്റ് ഉള്ള ബാറ്ററി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കഴിച്ച് നോക്കണം എത്ര സെല്ല് പോയി എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അത് എത്ര ആവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 സെല്ലേ പോകുന്നുള്ളെങ്കിൽ 10 × 200 പിന്നെ BMSന്റെ ചാർജ് ഉണ്ടാവും, അതുപോലെ സർവീസ് ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. BMSനൊക്കെ ഏകദേശം എത്ര ചാർജ്? BMSന് 3,875 വരും. അതേപോലെ അതിനൊക്കെ സർവീസ് ചാർജ് ഒരു 1,000 രൂപ ഒക്കെ ചെയ്യുന്നുള്ളൂ. 1,000-1,200 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 10-20 സെല്ല് പോവുകയാണെങ്കിൽ എന്തായാലും ഒരു 4-8-9 റുപ്യൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഏത് വണ്ടീൻ്റെ ബെല്ലിങ്ങോറ മാത്രമല്ല, അപ്പോൾ ഏത് വണ്ടിക്കും 180-200 ആണ് ആ ഒരു സെല്ലിന് വരുന്നത്. അപ്പോൾ അതിൽ എത്ര സെല്ല് ഡെഡ് ആയോ ആ ഡെഡിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി വാല്യൂ കണക്കൂട്ടുള്ളൂ. അപ്പോൾ BMSന് എന്തായാലും 3,875 വരും. സർവീസ് ചാർജ് ഒരു 1,000-1,200 റുപ്യ വരും. പിന്നെ സെല്ലിൻ്റെ പൈസയാണ് വരും. അപ്പോൾ അതായത് ബാറ്ററീൻ്റെ കാര്യത്തിൽ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നോ വരി എല്ലാം നമ്മളിവിടെ ചെയ്യും. ഇതിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ ആളുകളെ കോള് വരുമല്ലോ. ആ കോള് വരുമ്പോൾ വിത്തിൻ 24 hours ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. എത്ര ദൂരം വരെ എവിടെ ആണെങ്കിലും ഞങ്ങൾ എത്തിയിരിക്കും. ആ ലൊക്കേഷൻ തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ സമയം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ച ഉടനെ നമ്മൾ ചിലപ്പോൾ വേറെ ഏതാ സൈറ്റിലായിരിക്കും. അപ്പം തന്നെ അവിടെ എത്തൽ ബുദ്ധിമുട്ടാണ്. അതല്ല എന്നാലും ഒരു സമയം കൊടുത്തില്ല. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആ സ്ഥലത്തെത്തും. അതായത് കോഴിക്കോട് എവിടെയാണെങ്കിലും കോഴിക്കോടിന്റെ പുറത്തേക്ക് പോകില്ലല്ലോ അല്ലേ? അതും ആവശ്യഘട്ടങ്ങളിലാണെങ്കിൽ സമയം കൊടുത്തു തരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഒരു ദിവസമുള്ള 2 ദിവസം തരാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. എത്ര സമയം എടുക്കും നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കാൻ? കാരണം ഓലയിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുന്നത്. നമ്മൾ രാവിലെ വണ്ടി വെച്ചാൽ വൈകിട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. രാവിലെ വണ്ടി അത് വണ്ടീൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടാണ്. വണ്ടി കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം, കൂടുതൽ പണിയുണ്ടെങ്കിൽ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ. പിന്നെ ബാറ്ററി ഇഷ്യൂസ്, മോട്ടോർ ഇഷ്യൂസ് ഒക്കെ അതിനൊക്കെ ടൈം വേറെ എടുക്കും. അല്ല അത് പിന്നെ വേണമല്ലോ. അല്ലാതെ നോർമൽ സർവീസ് ഞങ്ങൾ 2 ദിവസം മാക്സിമം കഴിയുന്നത് രാവിലെ വണ്ടി വെച്ചാൽ ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ ശ്യാംബ്രോ നമ്മളെ മെയിൻ ടെക്നീഷ്യനാണിത്, മിസ്റ്റർ മനോജ്. നിങ്ങൾ ആ മൈക്കും തരുമോ? ഞാൻ മനോജേട്ടനോടൊന്ന് സംസാരിക്കട്ടെ. ഒന്ന് ഇവിടെ വെക്കുമോ? മനോജേട്ടൻ ഇവിടെ കുറേ കാലമായോ? ഇവിടെ 4 വർഷമായി. 4 വർഷമായി അല്ലേ? ഇതിപ്പോൾ എന്താ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെന്താ ചെയ്യുന്നത്? ബ്രേക്ക് പാഡ് മാറ്റുകയാണ് അല്ലേ? ഇത് ചെയ്യാൻ കുറേ സമയം എടുക്കുമോ? ഇത് പെട്ടെന്ന് കഴിയും അല്ലേ? ഓക്കെ. കുറേ കൊല്ലം ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക് ഫീൽഡിൽ? 4 വർഷമായി. 4 വർഷമായി അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു പെട്രോൾ വണ്ടികളും ചെയ്യുന്നുണ്ട്. പെട്രോൾ വണ്ടികളും കൂടെ എടുക്കും. ആദ്യം പെട്രോൾ വണ്ടി ആയിരുന്നു, പിന്നെ ഇലക്ട്രിക്കിൽ മാറിയതാണ്. ഇപ്പോൾ മെയിനായിട്ട് ഇലക്ട്രിക് ആണ്. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണ്? അത് ഹീറോൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. ഹീറോ ഇലക്ട്രിക്കിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞാണ് അല്ലേ? കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് യുഗമാണല്ലോ, അപ്പോൾ അതിലേ മാറിയത്. ഇനി ഭാവി അതാണല്ലോ അല്ലേ? ഇപ്പോൾ എല്ലാ വണ്ടി എടുക്കലുണ്ട് പെട്രോൾ. ഓക്കെ. എന്നാൽ ശരി, നിങ്ങൾ പണി നടക്കട്ടെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ ശരി കേട്ടോ, കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകല്ലേ? അതേപോലെ ശ്യാംബ്രോ ഈ വണ്ടികളൊക്കെ ഇന്ന് വന്നതാണ്, സർവീസിന് വന്ന വണ്ടികൾ. ജെറ്റർ, ഇത് TNR ആണ്, കൊമാക്കിണ്ട്, റോയൽ, ഹയാസ, എല്ലാ വണ്ടികളും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഇത് ഇതൊക്കെ ഇവിടുന്ന് വിറ്റ വണ്ടികൾ തന്നെയാ? അല്ലല്ല, പുറത്തുള്ള വണ്ടികളുണ്ട്. ആണല്ലേ? നമ്മൾ തോന്നില്ല GK മോട്ടോഴ്സ്. ഇത് നമ്മളതാണ്, അതും നമ്മളതാണ്. മറ്റേതൊക്കെ പുറത്തുള്ള വണ്ടികളല്ലേ? ഓക്കെ. അതേപോലെ ശ്യാംബ്രോ ഇതാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്, മുസ്തഫ എന്നാണ് പേര്. ഇപ്പോൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മൂപ്പരാണ് ഇത് ജോബ് കാർഡ് ഉണ്ടാക്കലും കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കലും. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ജോബ് കാർഡ് നമ്മളെ ടെക്നീഷ്യൻസിന് പാസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു രീതി. ആയിക്കോട്ടെ. വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. കാണാൻ താങ്ക് യു.